ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് പ്രശ്നമാവോ? എനിക്ക് പേടിയുണ്ട് രാജു. അമ്മായിയുടെ പേരിൽ കേസ് കൊടുത്തതും അകത്താക്കിയതും. അമ്മായി അച്ഛനെ മയക്കി വശത്താക്കി വെച്ചിരിക്കുക. അമ്മായിക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛനെ സഹിക്കാനാവില്ല. മറ്റാരെക്കാളും വലുതാ അച്ഛൻ അമ്മായി. ശരിയാ, അമ്മയും സാറും തമ്മിലുള്ള ശത്രുത ഇതോടെ ഇരട്ടിക്കും. എന്നെ അറ്റാക്ക് ചെയ്തതിന്റെ പേരില അമ്മ കേസ് കൊടുത്ത. അത് വേണ്ടായിരുന്നോ? ഇത് പുലിവാലാവും. അപ്പോ അമ്മ സ്റ്റേഷനിൽ വരൂ രാജു. പരാതിക്കാരി അമ്മയല്ലേ? ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ അമ്മയെ ജാമ്യത്തിലെടുക്കാൻ ചെല്ലുമ്പോ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ട രാജു. അവന് നേർക്കുനേർ കണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. ഷുവറ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിന്നെ അന്ന് ഞാൻ വെറുതെ വിട്ടത് ഒരു വലിയ തെറ്റായി പോയി ഇപ്പൊ തോന്നുവാ. നിങ്ങളെന്നെ വെറുതെ വിട്ടതൊന്നുമല്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടതല്ലേ. കാലം കരുതി വെക്കുന്നത് അംബികെ, വിതച്ചത് കൊയ്യണം. എന്റെ കോലോത്ത് അടിച്ചു തെളിക്കാരിയും പാൽ കച്ചവടക്കാരിയുമായിരുന്നവളാ നീ. അന്നു മുതൽ ഇന്ന് വരെ നീ ചെയ്തു കൂട്ടിയതിനൊക്കെയും ദൈവത്തിന്റെ മുന്നിൽ ഒരിക്കലും കണക്ക് പറയേണ്ടി വരും. അത് മനസ്സിലാക്കിക്കോ. അതിന് സാക്ഷിയാകാനാ ദൈവം എന്റെ ആയുസ് നീട്ടിത്തന്നത്. നിന്റെ ആയുസ് ഒടുങ്ങുന്നതേ എന്റെ കൈകൊണ്ടായിരിക്കും. ഇതേ SP ഓഫീസാ. നിന്റെ വെല്ലുവിളി CCTV പകർത്തുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ശരി മാഡം. അതെ, നിങ്ങളെ രണ്ടുപേരെയും മാഡം വിളിക്കുന്നുണ്ട്. ഇരിക്കൂ. നിങ്ങളോട് ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കുറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇരുത്തി സൽക്കരിക്കാനൊന്നുമല്ല. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? അംബികാവർമ്മേ, നിങ്ങളുടെ പല കലാപരിപാടികളെ കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. കലാപരിപാടികളൊക്കെ നടത്തുന്നതേ ഞാനല്ല. ദേ ഇവളാ. ഇവള് ഈ ഡാൻസുകാരി. ഷട്ട് അപ്പ്. മൈൻഡ് യുവർ വേർഡ്സ്. മാഡം പറയൂ. ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ വർമ്മ കൂടി ഉൾപ്പെട്ട ഒരു ഫാമിലി ഇഷ്യൂ ആണ്. അകലെ